നമസ്കാരം. പ്രതിപക്ഷം ശരശയ്യയിൽ വേട്ടയാടാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. മുമ്പെല്ലാം ഭരണപക്ഷത്ത് നിന്നുള്ള രാഷ്ട്രീയ ആക്രമണമായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് അന്വേഷണ ഏജൻസികളെ വച്ചുള്ള വേട്ടയാടലാണ് ഇപ്പോൾ ഈ വിഭാഗം നേരിടേണ്ടി വരുന്നത്. കേന്ദ്രത്തിൽ CBI-യും ഇൻകം ടാക്സ് വകുപ്പും സംസ്ഥാനങ്ങളിൽ പോലീസ് സംവിധാനം രാഷ്ട്രീയ ശത്രുക്കളെ ഒതുക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെയാണ് ഉപയോഗിക്കാറുള്ളത്. മടിയിൽ കനമുള്ളവർ വിറയ്ക്കും, ചിലപ്പോൾ അകത്തു പോകും. ഇതിന് മറുവശമുണ്ട്. സംശുദ്ധ രാഷ്ട്രീയക്കാരെ വരെ നാറ്റിക്കാൻ ഒരു കേസും ചോദ്യം ചെയ്യലും ധാരാളം മതിയാകും. അന്വേഷണം അടുപ്പക്കാരിലെത്തിയാൽ ഈ ഏജൻസികൾ മൗനം പാലിക്കുകയും ചെയ്യും. CBI-ക്ക് കൂട്ടിലടച്ച തത്ത എന്ന വിളിപ്പേര് കിട്ടിയത് സ്വാധീനത്തിന് വഴങ്ങുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ്. അങ്ങനെ പോകുമ്പോഴാണ് NDA കേന്ദ്രത്തിൽ അധികാരമുറപ്പിച്ചത്. അക്കാലം മുതലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിൽ കളി തുടങ്ങിയത്. സംസ്ഥാന മുഖ്യമന്ത്രിമാർ വരെ ED കേസിൽ അകത്തായ സംഭവങ്ങളുണ്ടായി. അന്വേഷണ വിഷയം കള്ളപ്പണമാണെങ്കിലും EDക്ക് ഏത് കേസിന് പിന്നാലെയാണെങ്കിലും കടന്നു വരാമെന്നുള്ള അവസ്ഥയുണ്ടായി. കോഴയോ വായ്പയോ സ്ഥലക്കച്ചടമോ ആയുധ വ്യാപാരമോ എന്തു തന്നെയാകട്ടെ, എവിടെയെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ED എത്തുമെന്നുള്ള അവസ്ഥയാണ്. സത്യത്തിൽ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തുള്ളവർ ശരശയിലാകുന്നത് പതിവ് കാഴ്ചയാണ്. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ, അതായത് ഈ PMLA എന്ന് പറയപ്പെടുന്ന വിപുലമായിട്ടുള്ള വ്യവസ്ഥകൾ വെച്ച് അസ്ത്രം തൊടുക്കാം. EDക്ക് അമിതാധികാരങ്ങളാണ് എന്നിതോടെ മുറവിളികൾ ഉണ്ടാക്കാം. ഈ സാഹചര്യങ്ങൾ നിയമതർക്കത്തിന് വഴിവെച്ചു. PMLA വ്യവസ്ഥകളും EDയുടെ അധികാരവും സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ വിജയ് മദൻലാൽ ചൗധരി കേസിൽ സുപ്രീം കോടതി ഇഴകേറി പരിശോധിച്ചതാണ്. EDയുടെ വിപുലമായിട്ടുള്ള അധികാരങ്ങൾ ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിധിയുടെ ചുവട് പിടിച്ചാണ് മാസപ്പടി കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം EDക്ക് അനുമതി നൽകിയിരിക്കുന്നത്. മാസപ്പടിയിൽ ഈ CMRL-ഉം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയുടെ സ്ഥാപനമായിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടന്നിരുന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണമാണ് ഈ മാസപ്പടി കേസ് എന്നറിയപ്പെടുന്നത്. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിൽ തുടർ നടപടികൾ 2 വർഷം മരവിച്ചിരുന്നു. അന്വേഷണം തുടരാൻ ആദ്യം അനുമതി നൽകിയത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ്. തുടർന്ന് ചടുലമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയ ED സംഘം പിറ്റേന്ന് തന്നെ തിരുവനന്തപുരത്ത് പിണറായിയുടെ വാടക വീട്ടിലെത്തി വീണയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനൊപ്പം ഈ CMRL-ഉമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും റെയ്ഡ് ചെയ്തു. ഇതിനെതിരായിട്ട് അപ്പീൽ ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചതോടുകൂടിയാണ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്കടക്കം സമൻസ് പോയിരിക്കുകയാണ്. മറ്റൊരു ഏജൻസിയുടെ FIR ഇല്ലാതെ തന്നെ EDക്ക് സമൻസ് അയക്കാമെന്നും അന്വേഷണത്തിന് ഷെഡ്യൂൾ ഒഫൻസ് വേണമെന്ന് നിർബന്ധമില്ല എന്നുകൂടി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. മാസപ്പടി കേസിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകളുടെ പകർപ്പ് EDക്ക് കൈമാറുവാൻ പ്രത്യേക കോടതി ഉത്തരവിട്ടതടക്കം ഈ അന്വേഷണം വേഗത്തിലാക്കി എന്നതാണ്. CPM-ന് ഇരട്ടപ്രഹരമായി മാറിയിരുന്ന പല കേസുകളുമുണ്ട്. അതിലൊന്നാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് കേസ്. അതിൽ ED അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചതും കഴിഞ്ഞ ദിവസമാണ്. CPM-നെയും AC മൊയ്തീൻ MLA-യും CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിമാരായുള്ള K രാധാകൃഷ്ണൻ MP, MM വർഗീസ്, ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയുള്ള KC പ്രേമരാജൻ, പുറത്തശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AR പീതാംബരൻ, പുറത്തശ്ശേരി സൗത്ത് ലോക്കൽ സെക്രട്ടറി MB രാജു തുടങ്ങിയവരെ അടക്കം പ്രതി ചേർത്താണ് കള്ളപ്പണ തടയൽ നിയമപ്രകാരമായിട്ടുള്ള അനുബന്ധ കുറ്റപത്രം അത് നൽകുന്നത്. മാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് വ്യക്തമാക്കിയ കോടതി ഇവർ വിചാരണ നേരിടണമെന്നും ജൂലൈ 4-ന് നേരിട്ട് ഹാജരാകണമെന്നും ഉത്തരവിടുകയാണ്. അപ്പോൾ ആദ്യ കുറ്റപത്രം അനുസരിച്ചിട്ട് ഏകദേശം 55 പ്രതികൾക്കെതിരെ വിചാരണ തുടങ്ങിയിരുന്നു. ഇപ്പോൾ പാർട്ടി നിയന്ത്രണത്തിലായിരുന്ന ബാങ്കിൽ 2012-2013 ഭരണസമിതിയുടെ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി ബാങ്ക് ഭരണത്തിന് സബ് കമ്മിറ്റിയെ വയ്ക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അംഗമായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വലിയ വായ്പകൾ അനർഹർക്ക് അനുവദിക്കുവാൻ സബ് കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ ഈ വായ്പകൾ തിരിച്ചടച്ചില്ല, അങ്ങനെ നിക്ഷേപകരുടെ കോടികൾ ചോരുന്നു, ബാങ്കിനെ ചതിച്ചതിൽ പാർട്ടി പങ്കാളികൾ കൂടുതൽ ഉണ്ടാകുന്നു. 2017-ൽ പുറത്തശ്ശേരിയിൽ സ്ഥലം വാങ്ങി പാർട്ടി ഓഫീസ് നിർമ്മിക്കുവാൻ ലോക്കൽ കമ്മിറ്റി അംഗം തീരുമാനിക്കുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇതിന്റെ അംഗീകാരം നൽകുന്നു. PRY ബിൽഡിംഗ് ഫണ്ട് എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു. അനധികൃത വായ്പാക്കാരിൽ നിന്നുള്ള കമ്മീഷൻ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന നിക്ഷേപിച്ചു തുടങ്ങുന്ന ഒരു സമീപത്തിലേക്ക് എത്തപ്പെടുന്നത്. ഇതെല്ലാം EDയുടെ കണ്ടെത്തലുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പുറമെയാണ് ഈ പിണറായി വിജയൻ എതിർകക്ഷിയുള്ള മസാല ബോണ്ടും ആ ഇടപാട് കൂടി EDയുടെ അന്വേഷണത്തിൽ എത്തുന്നത്. അപ്പോൾ EDയുടെ പരാതിയിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം നൽകിയിരുന്നു. ഒന്നാം പിണറായി സർക്കാർ കിഫ്ബി മുഖേന വിദേശത്ത് മസാല ബോണ്ട് പുറപ്പെടുവിച്ചതിൽ ഫെമ ലംഘനമുണ്ട് എന്ന് EDയുടെ ആരോപണം ഉണ്ടാകുന്നു. കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കേസിൽപ്പെട്ടത്.
നോട്ടീസിനെ ചോദ്യം ചെയ്ത് കിഫ്ബിയും പിണറായിയും തോമസ് ഐസക്കും അടക്കം നൽകിയ ഹർജിയിൽ തിടുക്കത്തിലുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞുവെച്ചു. ജൂലൈ 20-നാണ് ഹർജി വീണ്ടും സിംഗിൾ ബെഞ്ചിൽ വരുന്നത്. നിയമലംഘനം തെളിഞ്ഞാൽ കനത്ത പിഴ ചുമത്താനാകും. പൊതുരംഗത്തുള്ളവർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം എന്നതിനുള്ള മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള കേസുകൾ എന്ന് പറയപ്പെടുന്നത് തന്നെ. അവതാരങ്ങളെ കരുതിയിരിക്കുകയും വേണം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. അതേസമയം അന്വേഷണ ഏജൻസികൾക്കുള്ള വിപുലമായിട്ടുള്ള അധികാരങ്ങൾ അത് ആരെയെങ്കിലും തകർക്കാനുള്ള പ്രതികാര നടപടികൾ ആകാതിരിക്കുവാനുള്ള വിവേകം ഭരണകൂടങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ഭരണഘടനയാണ് എല്ലാത്തിനും മുകളിൽ നിന്ന് ഏവർക്കും ബോധ്യമുണ്ടാവുകയും വേണം. പ്രതിപക്ഷം ശരശയിലാവുന്നത് ഇഡിയുടെ അന്വേഷണം കൊണ്ട് മാത്രമല്ല, അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ വേട്ടയാടൽ എന്ന് പറയപ്പെടുന്നത്, CPM-ന്റെ വേട്ടയാടൽ എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനകത്ത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയവുമാണ്.